ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ആളുകളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഇമോഷണൽ റെഗുലേഷൻ അല്ലെങ്കിൽ വൈകാരിക നിയന്ത്രണം എന്ന് പറയുന്നത്. അപ്പോൾ ഇമോഷണൽ ഇന്റലിജൻസ് ഇല്ലാത്തതിന്റെ ഭാഗമായി സംഭവിക്കുന്ന ഒരു പ്രശ്നമാണത്. അതായത് പണ്ടൊക്കെ നമ്മൾ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരോട് എതിർത്ത് നിൽക്കുമായിരുന്നു. ഇന്ന് കേട്ട പാതി കേൾക്കാത്ത പാതി മറ്റുള്ളവരെ നമ്മുടെ കയ്യിലിരിക്കുന്ന ടൂളുകൾ കൊണ്ട് ആക്രമിക്കുവാനും അല്ലെങ്കിൽ എന്താ പറയുക, അവരെ നശിപ്പിക്കുവാൻ തന്നെ മനുഷ്യൻ ഒരുമ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണൽ ഇന്റലിജൻസ് മനുഷ്യനിൽ നഷ്ടപ്പെട്ടു പോകുന്നു. ഇന്ന് നമ്മുടെ കുട്ടികളിൽ പോലും IQ-നാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ഇന്റലിജൻസ് കോഷ്യന്റ്. എന്നാൽ EQ, ഇമോഷണൽ കോഷ്യന്റിന് കൂടി പ്രാധാന്യം കൊടുക്കുവാൻ നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക. അതായത് നമ്മുടെ വികാരങ്ങൾ പോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കുക. അതുപോലെ തന്നെ നമ്മുടെ അഭിപ്രായങ്ങൾ അവരോട് പറയുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുവാൻ നമ്മൾ പഠിക്കുക. മറ്റുള്ളവരെ കേൾക്കാൻ നമ്മൾ തയ്യാറാവുക. ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും മറ്റുള്ളവരുടെ വികാരങ്ങളെയും നമുക്ക് മാനിക്കുവാൻ കഴിയും. അത് നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും സൊസൈറ്റിയിലാണെങ്കിലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലാണെങ്കിലും നമ്മുടെ അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കാതെ അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കാതെ നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന ആളുകളെ കൂടി കേൾക്കുവാനും അവരുടെ വികാരങ്ങളെ മനസ്സിലാക്കുവാനും അവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുവാനും നമുക്ക് കഴിഞ്ഞാൽ ഈ ഇമോഷണൽ ഇന്റലിജൻസ് നമുക്ക് വളർത്തിയെടുക്കുവാൻ കഴിയും. അതിലൂടെ നമുക്ക് ഇമോഷണൽ റെഗുലേഷൻ നമ്മുടെ ജീവിതത്തിൽ പ്രാപ്യമാക്കുവാൻ കഴിയും. അതിനേവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു ഫ്രണ്ട്സ്.